സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ദില്ലിയിൽ ഗുസ്തി താരങ്ങളുടെ സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴും ആരോപണ വിധേയനായ MP ബ്രിജ്ഭൂഷണ് കുലുക്കമില്ല. ഒന്ന് പേടിപ്പിക്കാൻ പോലും BJP നേതാക്കൾ മെനക്കെടുന്നുമില്ല. ആരാണ് ബ്രിജ്ഭൂഷൺ? BJPയുടെ വലിയ തമ്പ്രാക്കന്മാർ പോലും തൊടാൻ മടിക്കുന്ന തരത്തിലുള്ള ശക്തി അയാൾക്ക് എവിടുന്ന് കിട്ടി? ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതിയാകുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തയാളാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന ബ്രിജ്ഭൂഷൺ. 2020 ഈ കേസിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പ്രശ്നമേഖലയിൽ നിന്ന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ താനാണെന്ന് പിന്നീട് അയാൾ പ്രസ്താവിക്കുകയുണ്ടായി. അതുമാത്രമല്ല, UP-യിൽ നിന്നുള്ള ആ MP-ക്ക് ചുറ്റും വിവാദങ്ങൾ ഇനിയുമേറെയുണ്ട്. 1992 അധോലോക ഗുണ്ട ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ച കേസിൽ ബ്രിജ്ഭൂഷണെതിരെ ടാഡ ചുമത്തപ്പെടുകയും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്ത ചരിത്രവും അയാൾക്ക് പിന്നിലുണ്ട്. തൻ്റെ സുഹൃത്തായ രവീന്ദർ സിംഗിനെ കൊല ചെയ്തയാളെ താൻ കൊന്നുവെന്ന് ഒരു വെബ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിജ്ഭൂഷൺ പ്രസ്താവിച്ചതിന് ഇതുൾപ്പെടെ അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ പാർലമെൻറ്റ് അംഗത്തിൻ്റെ പേരിലുള്ളത്. എല്ലാ ഗുരുതര ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും പ്രശ്നങ്ങളിൽ നിന്ന് ഊരിപ്പോരാൻ അസാമാന്യമായ വഴക്കമാണ് ബ്രിജ്ഭൂഷൺ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ വഴക്കം ഗുസ്തി താരങ്ങളുടെ വിവാദത്തിലും ബ്രിജ്ഭൂഷൺ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായ ബ്രിജ്ഭൂഷൺ ലൈംഗികാതിക്രമം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗുസ്തി താരങ്ങൾ നടത്തുന്ന പ്രതിഷേധം മാസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും കാര്യമായ എന്തെങ്കിലും നടപടി ഇതുവരെ കൈവന്നിട്ടില്ല. നിലവിൽ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നുള്ള MP ആണ് ബ്രിജ്ഭൂഷൺ സിംഗ്. ഇതുവരെ 6 തവണ അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ ഒരു വട്ടം സമാജ്വാദി പാർട്ടിക്കൊപ്പം നിന്നാണ് ജയിച്ചത്. ആർക്കൊപ്പം നിന്നാലും വിജയം തൻ്റേതാക്കാൻ ബ്രിജ്ഭൂഷന് സാധിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ 80കളിലും 90കളിലും ശക്തമാകുകയും ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ ഒന്നാം നിരക്കാരിൽ ഒരാളാണ് ബ്രിജ്. റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷനായി തുടരുന്നതിൻ്റെ കാരണം ബ്രിജ്ഭൂഷൺ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: കരുത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് അവർ. അവരെ നയിക്കാൻ കരുത്തുള്ളവർ തന്നെ വേണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നു. അത്രമാത്രം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധത്തെ തുടർന്ന് ടാഡ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ 96-ൽ ബ്രിജ്ഭൂഷണ് പകരം BJP ടിക്കറ്റ് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യക്കായിരുന്നു. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഒറ്റത്തവണ മാത്രമാണ് ബ്രിജ്ഭൂഷൺ തോറ്റത്. അത് 98-ൽ ഗോണ്ട മണ്ഡലത്തിൽ SP സ്ഥാനാർത്ഥി കീർത്തിവർദ്ധൻ സിംഗിനോടായിരുന്നു. അയോധ്യ മുതൽ സാവസ്തി വരെ 100 കിലോമീറ്റർ വരുന്ന മേഖലയിൽ 50ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ബ്രിജ്ഭൂഷൺ നടത്തുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കളികൾ മുഴുവനും. BJPക്ക് ബദലായി ഒരു സംവിധാനം തന്നെ അദ്ദേഹം ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ BJP നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റത്തിനകത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രമായ ഒരു പാർട്ടി അവിടെ ഇല്ലെന്നത് വസ്തുതയാണ്. ഇക്കാരണത്താൽ തന്നെ BJPയുടെ സഹായം ബ്രിജ്ഭൂഷണ് ആവശ്യവുമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രിജ്ഭൂഷൺ BJPയെ ആവശ്യമില്ല, മറിച്ച് BJPക്ക് ബ്രിജ്ഭൂഷണെയാണ് ആവശ്യം. സംഘപരിവാർ സംഘടനകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം. BHPയുടെ അശോക് സിംഗാൽ അടക്കമുള്ള ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തി പിന്നീട് ബാബറി മസ്ജിദ് തകർക്കാൻ കർസേവകർക്ക് പ്രചോദനം നൽകിയെന്ന് ആരോപിച്ചാണ് 1992-ൽ സംഭവ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രജപുത്രനാണെങ്കിലും ബ്രിജ്ഭൂഷൺ തൻ്റെ പ്രദേശത്തെ വിവിധ സമുദായ നേതൃത്വങ്ങളുമായി മികച്ച ബന്ധം പുലർത്തി വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആണധികാര ഗുണ്ടാ മനോഭാവം കലർന്ന പ്രവർത്തന രീതിക്ക് ഇന്നും UP രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട്. ബ്രിജ്ഭൂഷൻ്റെ ആരാധകർ അദ്ദേഹത്തെ തങ്ങളുടെ സംരക്ഷകനായാണ് കാണുന്നത്. ഒരു ഗുസ്തിക്കാരൻ്റെ ശാരീരിക സവിശേഷതകൾ ഈ 66-ാം വയസ്സിലും കൊണ്ടു നടക്കുന്ന ബ്രിജ്ഭൂഷൺ അത് നന്നായി ബ്രാൻഡ് ചെയ്താണ് നിലനിന്ന് പോരുന്നതെന്നും കാണേണ്ടതുണ്ട്.